മൂന്ന് മുന്നണികളിൽ നിന്നും മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ കോട്ടയം മണ്ഡലത്തിലെ ഒരു ജനാവലിയും ഈ ചർച്ചയിൽ സജീവമായി പങ്കുചേരും. LDF-ൽ നിന്ന് മുൻ MLA കൂടിയായിട്ടുള്ള ജോണി നെല്ലൂർ, UDF-ൽ നിന്ന് പ്രിൻസ് ലൂക്കോസ്, NDA-യിൽ നിന്ന് BJP-യുടെ സംസ്ഥാന സമിതി അംഗം കൂടിയായിട്ടുള്ള NK ശശികുമാർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കുചേരുന്നത്. ആദ്യം ശ്രീ ജോണി നെല്ലൂരിലേക്ക്. ശ്രീ ജോണി നെല്ലൂർ, കോട്ടയം UDF-ന്റെ ഉറച്ച കോട്ടയാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. അപ്പോൾ UDF ടിക്കറ്റിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥി ചേരി മാറി വീണ്ടും ജനവിധി തേടുമ്പോൾ അത് എന്ത് പ്രതികരണമുണ്ടാക്കും? ഒന്നാമത്തെ കാര്യം, കോട്ടയം UDF-ന്റെ കുത്തക സീറ്റാണെന്നുള്ള പ്രചാരണം അത് അടിസ്ഥാനരഹിതമാണ്. കോട്ടയം ലോക്സഭാ സീറ്റിൻ്റെ ചരിത്രം നാം പരിശോധിച്ചാൽ നിരവധി പ്രാവശ്യം LDF-ന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് MP-മാരായിട്ടുണ്ട്. 5 തവണ. അതും അതിശക്തരായ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളെ പോലും തോൽപ്പിച്ചുകൊണ്ടാണ്. ചെന്നിത്തല, അതുപോലെ തന്നെ PC ചാക്കോ, അതുപോലെ തന്നെ ആന്റോ ആന്റണി, കേരള കോൺഗ്രസിൻ്റെ സ്കറിയ തോമസ് ഉൾപ്പെടെ പ്രബലന്മാരായ ആളുകളെ തോൽപ്പിച്ചാണ് വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു പ്രചാരണം പണ്ട് കാലത്ത് UDF-ന്റെ ഒരു കേന്ദ്രമാണ്. UDF-ന്റെ ശക്തമായ മേഖലയായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് M എന്ന് പറയുന്ന അടിത്തറയുള്ള ജനപിന്തുണയുള്ള രാഷ്ട്രീയ കക്ഷി അതിനകത്ത് അംഗമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഏറ്റവും കൂടുതൽ അടിവേരുകളും ശക്തവുമായ കേരള കോൺഗ്രസ് M LDF-നോടൊപ്പമാണ്. LDF-നോടൊപ്പം വന്നത് വലിയൊരു അപരാധമായി ചില ആളുകൾ കാണുന്നുണ്ട്. സ്വന്തം പോന്നതല്ല, UDF-ന്റെ രാജാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ നേതാക്കന്മാർ കഴുത്തിന് പിടിച്ച് പുറന്തള്ളിയതാണ്. നിങ്ങളെ ഈ മുന്നണിയിൽ വേണ്ട, നിങ്ങൾ ഈ മുന്നണിയിൽ തുടരാൻ ധാർമ്മികമായി നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളി പുറത്താക്കിയതാണ്. 3 മാസം കാത്തിരുന്നു. പക്ഷേ ജോസ് കെ മാണി അടക്കം നേതാക്കന്മാർ 3 മാസം വേറെ എങ്ങും പോകാതെ കാത്തിരുന്നു. തിരിച്ചു വിളിച്ചില്ലെന്ന് മാത്രമല്ല, ഇവരെ അനുനയിപ്പിച്ച ഒരു ചർച്ചയിലൂടെ UDF-ൽ നിലനിർത്തുവാൻ ഒരു ശ്രമം ഉണ്ടായില്ല. അതാണ് അങ്ങനെ വന്നപ്പോൾ കേരളമാണ് രാഷ്ട്രീയം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ രാഷ്ട്രീയ രംഗത്തെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു മുന്നണി സംവിധാനം വേണം. ആ സമയത്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമീപിച്ചു. അതിൻ്റെ നേതാക്കന്മാർ വന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്തു, ആ മുന്നണിയിലെ ഘടകകക്ഷിയായി. ഇവിടെയുള്ള ഒരു പ്രത്യേകത, ഇപ്പം ചില ആളുകൾ പറയുന്നത് കേട്ടാൽ തോമസ് ചാഴികാടനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി അദ്ദേഹം LDF-ൽ പോയി. അതെന്തോ വലിയൊരു കൊള്ളരുതായ്മ. മറുഭാഗത്ത് നിൽക്കുന്നയാളോ, അദ്ദേഹം എത്ര പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്? ഞാൻ ഇന്നും ഓർക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 പ്രാവശ്യം MP ആയ ആളാണ് അദ്ദേഹം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നിർണായക ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഇനിയും വീണ്ടും ജയിക്കുകയില്ല എന്നുള്ളൊരു തോന്നലോ എന്തുകൊണ്ടോ എന്നറിയില്ല, 2010-11 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് UDF-ലേക്ക് വന്നു. ലയനത്തിൻ്റെ പേര് പറഞ്ഞ് മാണി സാറുമായിട്ട് ലയനത്തിനും ആ തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം നിന്നു. 2016 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ചിന്തിച്ചു 2016 LDF-നായിരിക്കും. എന്താ ചെയ്തതെന്നറിയാമോ? PJ ജോസഫിനെ തള്ളിപ്പറഞ്ഞ് സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, ജനാധിപത്യ കേരള കോൺഗ്രസ്. ആ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെയാണ് മത്സരിച്ചത്. റോഷി അഗസ്റ്റിൻ വിജയിച്ചു. ഇപ്പോൾ 2020 അവസാനമായപ്പോഴേക്ക് അദ്ദേഹത്തിന് തോന്നി ഇനി ഇവിടെ പിണറായി അധികാരത്തിൽ വരില്ല, UDF-നാണ് സാധ്യത. ഉടനെ അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസ് വിട്ടു, PJ ജോസഫിനോടൊപ്പം ചേർന്നു, ഇവിടെ വന്ന് സ്ഥാനാർത്ഥിയായി. അവിടെയും ഇടുക്കിയിൽ തന്നെ പോയി നിന്ന് റോഷി അഗസ്റ്റിനെതിരെ സ്ഥാനാർത്ഥിയായി, പരാജയപ്പെട്ടു. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, അങ്ങനെ മാറോ എന്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ചാടിയാലും മറിഞ്ഞാലും സംശുദ്ധ രാഷ്ട്രീയക്കാരൻ. തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന ആദർശ ധീരൻ എന്ന് തന്നെ ഞാൻ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പാർട്ടി എടുത്ത തീരുമാനപ്രകാരം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി. എല്ലാവർക്കും അറിയാം, അദ്ദേഹം 7 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇതിനു മുമ്പ് 6 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ചിഹ്നം 1-2-ലെയാണ്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ LDF-ന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ ചിഹ്നം മാറിയില്ല, പാർട്ടി മാറിയില്ല, ഉറച്ചു നിൽക്കുന്ന സംശുദ്ധ രാഷ്ട്രീയക്കാരൻ ശ്രീ തോമസ് ചാഴികാടൻ. ശരി, ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഇപ്പോൾ തോമസ് ചാഴികാടൻ്റെ കാര്യത്തിൽ
പറയുന്ന എന്തൊക്കെയാണോ നിങ്ങളുടെ ആരോപണങ്ങൾ അതിനുള്ള ശക്തമായ മറുപടിയാണ് ശ്രീ ജോണി നെല്ലൂർ നൽകുന്നത്. ഒരു വ്യക്തി ചാഞ്ചാടി കളിക്കുകയല്ല ഉണ്ടായത്, ഒരു പാർട്ടി രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നണി മാറുകയാണ് ചെയ്തത്. അങ്ങനെ പറയാൻ കഴിയുമോ ഫ്രാൻസിസ് ജോർജിന്? അല്ല, ഇവിടെ മുമ്പേ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം കോട്ടയം ആരോടൊപ്പം നിൽക്കും എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞായിരുന്നു. അതിനൊരു ഒന്ന് പറഞ്ഞോട്ടെ. കോട്ടയം UDF-നൊപ്പം നിൽക്കും. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 99 സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ കോട്ടയത്ത് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 5 മണ്ഡലവും UDF-ൻ്റെ പ്രതികളാണ്. പുതുപ്പള്ളിയിൽ ശ്രീ ചാണ്ടിയുമ്മൻ, ഇപ്പോൾ ശ്രീ കോട്ടയത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവിടെ ശ്രീ മാണി സി കാപ്പൻ, ശ്രീ അനൂപ് ജേക്കബ് അടക്കമുള്ള ജനപ്രതിനിധികൾ UDF-ൻ്റെ കോട്ട കാക്കുന്ന കോട്ടയമാണ്. ആ കോട്ടയത്തിന് LDF ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ നിലയിൽ UDF ഇവിടെ വിജയിക്കും, ഒരു തർക്കമില്ല. ഇപ്പം ഇവിടെ ബഹുമാനായ ജോണിച്ചേട്ടന് മുന്നണി മാറ്റത്തെപ്പറ്റി ഒന്ന് പറയാനുള്ള ധാർമ്മികപരമായിട്ട് അവകാശമില്ല. ഞാൻ അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ശ്രീ തോമസ് ചാഴികാടൻ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ 7 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. 7 തെരഞ്ഞെടുപ്പ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ 7 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് വേണ്ടി 2019 പോരാടിയ ഒരാളാണ്. ഇവിടെ വിഷയം ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ നിലപാടുകൾ മാറിയിട്ടുണ്ട്. AK ആന്റണി, ഉമ്മൻചാണ്ടിയൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നിട്ടുണ്ട്. KM മാണി സാർ 80-ൽ പോയി 82 തിരികെ വന്നു. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊന്നും നിഷേധിക്കുന്നത്. പക്ഷെങ്കിൽ ഞങ്ങളുടെ കേസ് എന്താണ്? ഞങ്ങളുടെ കേസ് തോമസ് ചാഴികാടൻ ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. ഞാൻ മാന്നാനം KE കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ KSUയുടെ നേതാവായിരിക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്ഥാനാർത്ഥികൾ കൺവെൻഷൻ കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രസംഗിക്കുമല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം പറയാൻ പെട്ട പാട് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അതിനുശേഷം അദ്ദേഹം മണിക്കൂറുകളോളം പ്രസംഗിക്കുന്ന പ്രസംഗകനായി ഒരു രാഷ്ട്രീയക്കാരനാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്. അദ്ദേഹം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൻ്റെ 20 വർഷം MLA ആയിരുന്നു. 20 വർഷം. ആ 20 വർഷം MLA ആയിരുന്ന അദ്ദേഹത്തെ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ചെയർമാനായി അദ്ദേഹം സ്റ്റേറ്റ് വണ്ടിയിൽ ഏറ്റുമാനൂർ കൂടെ നടന്ന് ഞാനിന്ന് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റുമാനൂരിൽ അദ്ദേഹം 2 പ്രാവശ്യം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കോട്ടയത്തെ MP ആക്കി. ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF. അദ്ദേഹത്തിന് ഇപ്പോൾ 73 വയസ്സുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൽ UDF-കാരൻ ചുമലിലേറ്റിയ ചാഴികാടൻ ഈ സന്ദർഭത്തിൽ UDF-മായി മത്സരിക്കരുത് എന്ന വികാരം UDF-കാരൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ പദവി ഏറ്റെടുക്കാൻ UDF ഇവിടെ പോരാടും. ആ ദൗത്യം ഞങ്ങൾ വൃത്തിയായി ഇവിടെ നിറവേറ്റും. ശരി, ശ്രീ